കഴിഞ്ഞ ഷോട്ട്സിൽ നമ്മളെങ്ങനെ സീറോനെ അവസാനം കൊണ്ടുവരാൻ നോക്കി. ഈ ഷോട്ട്സ് നമ്മൾ സീറോനെ എങ്ങനെ ആദ്യം കൊണ്ടുവരാൻ നോക്കണം. ഓക്കെ, ശ്രദ്ധിച്ചിരുന്നു. ഒരു ഇച്ചിരി കൂടി ടഫ്, ഇത് ഇച്ചിരി കൂടി എളുപ്പമാണ്. അത് കണ്ടിട്ടുണ്ടെങ്കിൽ ഇത് സുഖമായിട്ട് മനസ്സിലാവും. നമ്മളപ്പോൾ എന്ത് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർ ലൂപ്പിൽ നമ്മളിതെല്ലാം ഇറ്ററേറ്റ് ചെയ്യുക. ഒറ്റ ലൂപ്പിൽ, അതായത് ടൈം കോംപ്ലക്സിറ്റി 1 നമ്മൾ ചെയ്യാൻ നോക്കുന്നത്. നമ്മളിവിടെ പോയിൻ്റ് ഇവിടെ നിൽക്കുകയാണ്. നമ്മളിങ്ങനെ പോവും 0 ഒറ്റ ലൂപ്പിൽ 0t ടു വൺ തിങ് സ്വാപ്പ് ആൻഡ് പോയിൻ്റ് കൂട്ടുക. ഇപ്രാവശ്യം പോയിൻ്റ് 0 തുടങ്ങുന്നത്. പോയിൻ്റ് ഇങ്ങനെ കൂടി പോകും. ഐട്രേറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ കൂടി പോകും. ഒറ്റ ഐട്രേഷനിൽ നമ്മൾ സാധനം മാറും. കാരണം ഇപ്പോൾ പോയിൻ്റ് ഇവിടെ ചെയ്യുന്നത് ടേൺ 0 സ്വാപ്പ് ആൻഡ് പോയിൻ്റ് പ്ലസ് ചെയ്യാം. സിമ്പിൾ. ഇതൊന്ന് നമുക്ക് കോഡ് ചെയ്യാം. വിത്ത് ഡിഫറൻസ് ഉണ്ട് ഇപ്രാവശ്യം. അപ്പോൾ നമുക്ക് ഫംഗ്ഷൻ start with 0 man. 0 എന്നാണ് തുടങ്ങുന്നത്. ഇപ്രാവശ്യം ഐയും 0 എന്നാണ് തുടങ്ങുന്നത്. ലെങ്ത് i++ ഇവിടെ നിൽക്കുകയാണ്. ഹൈട്രേറ്റ് ചെയ്ത് പോവുകയാണ്. ഇഫ് =0 വെട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അരേ ഡോട്ട് പോയിൻ്റുമായിട്ട് സ്വാപ്പ് ചെയ്യണം. അരേ ഡോട്ട് പോയിൻ്റ് ഈക്വൽ ടു അരേ ഡോട്ട് ഐ ഈക്വൽ ടു ടെംപ് ആൻഡ് ഫൈനലി പോയിൻ്റ് ++. ഈ ലൂപ്പ് കഴിഞ്ഞാൽ റിട്ടേൺ അല്ലേ. ആൻഡ് ഇത്രയുള്ളൂ സംഭവം. സിമ്പിൾ. console.log പാം 0 എത്തി. ഇതിൽ കഴിഞ്ഞിട്ടില്ല. ഇതിൽ പക്ഷേ കഴിഞ്ഞ വർഷത്തെക്കാട്ടും നമ്മൾ കുറച്ചുകൂടെ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഒന്ന് ബെറ്റർ ആക്കണം. അതാണ് ഈ ഷോട്ട്സിൻ്റെ പ്രത്യേകത. ഇത് നമ്മൾ കഴിഞ്ഞ വർഷത്തെക്കാട്ടും കുറച്ചുകൂടെ ബെറ്ററാണ്. ഇപ്പോൾ നോക്കുമ്പോൾ ഇപ്പോൾ നമ്മുടെ ഫസ്റ്റ് എലമെൻറ്റ് 0 എന്ന് വെച്ചോ, അത് അതുമായിട്ടൊന്ന് കമ്പയർ ചെയ്യും. പോയിൻറ്റും 0 ആയിട്ട് തമ്മിലൊരു കമ്പാരിസൺ ഉണ്ട്. അത് നമുക്ക് വേണമെങ്കിൽ മാറ്റാം. അതെങ്ങനെ മാറ്റാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾസോ ആൻഡ് എന്ന് വെച്ചാൽ രണ്ടും ട്രൂ ആവണം. ഐ നോട്ട് ഈക്വൽ ടു പോയിൻറ്റ്. സംഭവം ഇതിനൊരു വ്യത്യാസം വരില്ല. പക്ഷേ ഒരു അൺനെസസറി ചെക്കിങ് ഇവിടെ തന്നെ ഒന്നുകൂടെ ഒരു ചെക്കിങ് മാറും. ഇത് കുറച്ചുകൂടെ ഒപ്റ്റിമൈസ്ഡ് വേ ആണ്. ഐ നോട്ട് ഈക്വൽ ടു പോയിൻ്റ് ആണെങ്കിൽ കുറച്ചുകൂടെ ഒപ്റ്റിമൈസ്ഡ് വേണം. ഇതാണ് ഔട്ട്പുട്ട്. ഓക്കെ, കുറച്ചുകൂടെ ഒപ്റ്റിമൈസ് ചെയ്യും. നമുക്ക് കുറച്ചുകൂടെ ഒപ്റ്റിമൈസ് ചെയ്യും. നമ്മളിവിടെ ടെമ്പൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ ഒരു മൊത്തത്തിൽ വരാതെ എടുക്കാം. കുറച്ചുകൂടെ ബെറ്റർ ആക്കണമെങ്കിൽ ഐ പോയിൻറ്റ് വിച്ച് മീൻസ് നമ്മൾ സ്വാപ്പിങ്ങിനെ 1 ലൈൻ ആക്കി. നമ്മൾ ആ ടെമ്പററി വേരിയബിൾ എടുത്ത് കളഞ്ഞു. ഇത് കുറച്ചുകൂടെ ഒപ്റ്റിമൈസ്ഡ് ആയി. നിങ്ങൾക്ക് വേണമെങ്കിൽ മറ്റേ പ്രോബ്ലം ഈ ഒരു ഒപ്റ്റിമൈസേഷൻ ചെയ്യാം. സബ്സ്ക്രൈബ്, നമ്മുടെ കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്യാം.